ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കാമേ. ഞാൻ എടുത്തിരിക്കുന്നത് സീ ഷെല്ലിൻ്റെ ആകൃതിയിലുള്ള പാസ്തയാണ്. ഏത് പാസ്ത വേണേലും ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന പാസ്ത ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് അതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതികളെല്ലാം നമ്മൾ കാണാറുണ്ട്, എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ്, ഈ കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, സവാള, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിക്കാണ് വേണ്ടത്. തക്കാളിക്കയ്ക്ക് പകരം എൻ്റെ കയ്യിൽ ടൊമാറ്റോ പ്യൂരി ഉണ്ട്, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുരുമുളക് പൊടി, ഉപ്പും സ്വല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് കൊഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. അതും കുരുമുളകും ഉപ്പും സ്വല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നത് ബട്ടറിലാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നു. പാസ്ത വേവിക്കുന്നതിനായിട്ട് ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. പിന്നീട് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പാസ്ത വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഊറ്റി വെള്ളം കളഞ്ഞ് ഒരു കിഴുത്ത പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയിട്ട് പാസ്ത നമുക്ക് തുറന്ന് കിട്ടും. അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ പാസ്ത വേവുന്നതിനായിട്ട് നമുക്ക് അങ്ങോട്ട് ചരുവത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി ചൂടായി, അതിലേക്ക് ബട്ടർ ഇട്ട് തയ്യാറാക്കാം. പാസ്ത ഇടുവാണേ. ഉപ്പിടണം. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പീനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ചീനിച്ചട്ടി ചൂടായി. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ഈ വെജിറ്റബിളും ചിക്കനും കൊഞ്ചും എല്ലാം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചീനിച്ചട്ടി ചൂടായി, ബട്ടർ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ബട്ടർ കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക്, അധികം കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിളും പച്ചമുളക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അധികം വെന്ത് പോകരുത്. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രഞ്ചിനെസ് അങ്ങ് പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്നതിന് ഒരു രസം ഉണ്ടാകത്തില്ല. ഇനി ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കാരണം ലാസ്റ്റിൽ നമ്മൾ കുറച്ച് സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അന്നേരം ഉപ്പും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക്, സോയാ സോസിൻ്റെ ഉപ്പും കൂടെ ആയി കഴിയുമ്പോൾ ഒരുപാട് കൂടുതലായി പോകും. ഈ പച്ചക്കറി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചിക്കനും കൊഞ്ചും നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാമേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. പച്ചക്കറിയെല്ലാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാമേ. ഈ സ്പൂണിന് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാമേ.
5-6 മിനിറ്റായി. പച്ചക്കറിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം മാറി. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ദാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിനി വാങ്ങിയെടുക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് സ്വല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൊഞ്ച് വറുത്തെടുക്കാമേ. ബട്ടറോ എണ്ണയോ ഒലിവ് ഓയിലോ ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചെടുത്തത്. ബട്ടറും ഒലിവ് ഓയിലും കൂടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കൊഞ്ചും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഈ പാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് തന്നെ നമുക്ക് പാസ്ത തയ്യാറാക്കാം. എല്ലാം നമ്മൾ വറുത്തും സോട്ട് ചെയ്തും വെച്ചു. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം എണ്ണ ഒഴിച്ചാലും മതി. ഇതിപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിക്കാണ്. തക്കാളിക്ക മുഴുവനായിട്ടും തക്കാളിക്ക ഉള്ളവർ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് നന്നായിട്ട് വേവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ ധാരാളം തക്കാളിക്ക ഉണ്ടായിരുന്നതുകൊണ്ട് തക്കാളിക്കയുടെ പ്യൂരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് എന്ന് ചേർക്കുന്നത്. പുളിയുടെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെ വെള്ളമയം പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാലും നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ടൊമാറ്റോ പ്യൂരി ആയതുകൊണ്ട് എളുപ്പം വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഈ പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അത് ഒരു ഗ്ലേസിനെസ്സിന് വേണ്ടിയിട്ടും ഇച്ചിരി സ്റ്റാർച്ചാണ്. അപ്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളും പാസ്തയും എല്ലാം ചേർത്ത് ഇളക്കി സ്വല്പം സോയാ സോസും അല്പം ടൊമാറ്റോ സോസും കൂടെ കെച്ചപ്പും കൂടെ ചേർത്ത് ഇളക്കി മല്ലിയിലയിട്ട് ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കണം. അതായത് അത് പറയാൻ മറന്നു പോലെ ഒരു കളറിന് വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടിയും കൂടെ, എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നമുക്കിനി ഇതിലേക്ക് പാസ്തയും പച്ചക്കറിയെല്ലാം ഇട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട്. ഇനി പച്ചക്കറി കൊഞ്ചും ചിക്കനും എല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂണോളം കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണേ. ടൊമാറ്റോ കെച്ചപ്പ്
1 സ്പൂണോളം സോയാ സോസ്. ഇത് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകമാണെങ്കിൽ നന്നായിട്ട് ഇളക്കി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഇത് നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റിന് പിടിക്കുന്ന രീതിയിലുള്ള ഒരു പാസ്തയുടെ പ്രിപ്പറേഷനാണ്. അല്ലാതെ നമുക്ക് വൈറ്റ് സോസും എരിവില്ലാത്തതും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ വായ്ക്ക് രുചിയായിട്ട് വെക്കുന്ന ഒരു പാസ്തയുടെ പ്രിപ്പറേഷനാണ്. ഈ സീഷെല്ലും അല്ലാതെ വേറെ ഏത് രൂപത്തിൽ കിട്ടുന്ന പാസ്തയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ലഞ്ചിനാണെങ്കിലും കഴിക്കാനും എളുപ്പം, സ്പൂൺ വെച്ച് കോരി കഴിക്കുകയും ചെയ്യാം. പച്ചക്കറി എല്ലാം ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഒരു സ്വല്പം കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്രയൊന്നും ചേർക്കണ്ട. ഇത് നമ്മുടെ വലിയവർക്കുള്ള ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ളതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് മല്ലിയിലയും കൂടെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ചേർത്ത് കൊടുക്കാം. ശകല ഉപ്പ് വേണമെന്ന് തോന്നുന്നു. നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനായി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത തയ്യാറായി. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയില വലിയ ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ പാസ്ത തയ്യാറായി. പച്ചക്കറി എല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രോക്കോളിയോ എന്താണോ ഉള്ളത്, ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇത്രയുമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാസ്ത ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.